ഹായ് ഹലോ മക്കളെ, നമ്മളുടെ ക്രിസ്മസ് എക്സാം ഒക്കെ ദേ ഇങ്ങ് എത്തിപ്പോയല്ലേ. അപ്പൊ നമ്മുടെ സെക്കൻഡ് ടേമിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും ആൻഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ് നമ്മളുടെ ചാപ്റ്റർ 7 ബൈസെക്ടേഴ്സ്, സമഭാജികൾ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ അല്ലേ. അപ്പൊ നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഒരു ലിവിംഗ് റൂമിന്റെ ഷേപ്പുള്ള ഒരു പിക്ചർ ആണ് അല്ലേ. ഇവിടെ തന്നെ കുറച്ചധികം കോണുകൾ ഇതേ കണ്ടോ, ഇവിടെ രണ്ട് പോർഷൻസ് കട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, അതേപോലെ തന്നെ അപ്പുറത്തെ കോർണറിലും അങ്ങനെ കുറച്ചധികം ബൈസെക്ടേഴ്സ് നമ്മുടെ ഈ ഒരു പിക്ചറിന്റെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് എന്താണ് ബൈസെക്ടർ എന്നും നമുക്ക് എങ്ങനെയാണ് ഇതിനകത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടതെന്നും നോക്കാം. റെഡി ആണല്ലോ എല്ലാവരും? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ കടക്കാം. ഒരു ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വര വരയ്ക്കുന്നു. അപ്പോ ഇത് ഒരു ലൈൻ, നമ്മൾ ജസ്റ്റ് ചുമ്മാ ഒരു വര വരച്ചിരിക്കുവാണ്, മെഷർമെന്റ് ഒന്നും തന്നെയില്ല. അപ്പോൾ ഇതിനെ നമ്മൾ ബൈസെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ കൃത്യം തുല്യം രണ്ട് കഷ്ണങ്ങളാക്കി മാറ്റുന്നു എന്നാണ് അർത്ഥം. ഫോർ എക്സാമ്പിൾ, ഇതൊരു 9 സെന്റിമീറ്റർ വരുന്ന ഒരു വരയായിരുന്നു എങ്കിൽ തുല്യം രണ്ട് കഷ്ണങ്ങളാക്കുമ്പോൾ എ ബി ഒ എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ എ ഒയുടെ നീളം എത്രയായിരിക്കും? 9ന്റെ പകുതി, ദാറ്റ് ഈസ് 4.5 സെന്റിമീറ്റർ. ആൻഡ് ഒ ബിയുടെ നീളവും 4.5 സെന്റിമീറ്റർ. ഇതാണ് നമ്മുടെ ബൈസെക്ടറിന്റെ കോൺസെപ്റ്റ്. അതായത് നമ്മൾ വരച്ചിരിക്കുന്ന വരയെ കൃത്യം തുല്യമായിട്ട് രണ്ട് കഷ്ണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ബൈസെക്ടറിന്റെ ജോലി. ഓക്കെ ആണല്ലോടാ? യെസ്, ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുണ്ട്? കുറച്ച് പിക്ചേഴ്സ് വരയ്ക്കാനായിട്ടുണ്ട്. നമുക്ക് നോക്കിയാലോടാ? യെസ്, അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത് സ്ക്വയർ ഓഫ് സൈഡ്സ് ഫോർ 1/4 സെന്റിമീറ്റർ. അപ്പൊ നമുക്കിത് കാണുമ്പോൾ തന്നെ ചെറിയൊരു പന്തികേട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ. 4.25 സെന്റിമീറ്ററിൽ നമ്മളിപ്പോ എങ്ങനെ ഇത് വരയ്ക്കാം അല്ലെ? 1/4 സെന്റിമീറ്ററിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ചതുരം വരച്ചെടുക്കുന്നത്? നമുക്ക് അതിനൊക്കെ ഇഷ്ടം പോലെ വഴിയുണ്ടാ. ശ്രദ്ധിക്കാം, നമുക്ക് 4 എന്ന് പറയുന്ന ഈ ഒരു മെഷർമെന്റിനെ നമ്മൾ ഇരട്ടിയാക്കുന്നു. എന്താണ്? നമ്മൾ ഡബിൾ എടുക്കാൻ പോവാണ്. എന്താണ്? ഡബിൾ, ഇരട്ടി എടുക്കാനായിട്ട് പോവാണ്. അപ്പൊ ഒരു സംഖ്യയുടെ ഇരട്ടി എടുക്കാൻ സാധാരണ നമ്മൾ എന്താണ് ചെയ്യാറ്? ഇൻറ്റു 2 ചെയ്താൽ മതി അല്ലെ. ഇവിടെ ഇൻറ്റു 2 ചെയ്യണം എന്നില്ല, ചുമ്മാ കൂട്ടിയാൽ മതിടാ. 4 കൂടി അങ്ങോട്ട് കൂട്ടിയാൽ മതി. അപ്പൊ കൂട്ടുമ്പോ എന്താ? 4 കൂടി കൂട്ടിക്കോ. 4 കൂടി എടുത്ത മൊത്തത്തിൽ എത്രയായി? 8 അല്ലേ. അത് സെറ്റാണല്ലോ. ഇനി കാലും കൂടി എടുത്താലോ? രണ്ട് കാലുകൾ ചേർന്നാൽ അത് അരയായി മാറി. ദാറ്റ് മീൻസ് 8.5 സെന്റിമീറ്റർ. നമ്മൾ സ്കെയിലിലേക്ക് മാറ്റുമ്പോൾ അത് 8.5 ഡെസിമൽ നമ്പറിലേക്ക് മാറും അല്ലെ. 8.5 സെന്റിമീറ്ററിലാണ് നമുക്ക് ഇവിടെ വരയ്ക്കേണ്ടത്. അതായത് 8.5 സെന്റിമീറ്റർ വശങ്ങൾക്ക് നീളം വരുന്ന എന്ത് വരയ്ക്കണം? ഒരു സ്ക്വയർ വരയ്ക്കണം. 8.5 അല്ല, 4.25. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ 8.5 തുടങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ സ്ക്വയർ ദേ നമ്മൾ നോർമലി വരയ്ക്കുന്ന പോലെ തന്നെ ഒരു സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. പക്ഷേ വശങ്ങൾക്ക് 4.25 സെന്റിമീറ്റർ എന്ത് വേണോടാ? നീളം വേണം. അതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ എന്ത് വരയ്ക്കണോടാ? 8.5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരച്ചിട്ട് അതിനെ ബൈസെക്ട് ചെയ്തിട്ട് വേണം നമ്മുടെ സ്ക്വയറിലേക്ക് കിടക്കാൻ. നമുക്ക് ചെയ്ത് നോക്കിയാലോടാ? യെസ്, നമുക്കപ്പോ 8.5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണോടാ? സ്കെയിൽ വേണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സ്കെയിൽ എടുത്തിടാം കേട്ടോ. കോമ്പസ് എടുത്തു, അതേപോലെ തന്നെ സ്കെയിൽ എടുത്തു. ഓക്കെ, സ്കെയിൽ ഇതേ നമ്മൾ എടുക്കുന്നു. 8.5 സെന്റിമീറ്റർ. അപ്പൊ തന്നെ നമുക്ക് എന്തെടുക്കാം? നമുക്ക് പെൻസിൽ കളറൊക്കെ എടുക്കുന്നു. നമ്മൾ മഞ്ഞ കളറാണ് മക്കളെ എടുത്തിരിക്കുന്നത്. 8.5 എത്രയാണ്? 8.5 സെന്റിമീറ്ററിൽ നമ്മൾ എന്ത് കൊടുത്തു? നമ്മളുടെ വര വരച്ചു. ഇനി എന്ത് ചെയ്യണം? ബൈസെക്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ നമുക്ക് വരയ്ക്ക് എന്ത് ചെയ്യാം? പേര് കൊടുത്തു പോവാട്ടോ. നമ്മൾ എന്ത് വരച്ചാലും അതിന് പേര് കൊടുക്കണം കേട്ടോ. സോ എ എന്നും ബി എന്നും നമ്മളുടെ വരയ്ക്ക് നമ്മൾ പേര് കൊടുത്തു. ഇനി നമ്മൾ ഒരു വരയെ ബൈസെക്ട് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കോമ്പസ് ആണ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ. എന്താണ്? നമുക്ക് സ്കെയിലിനെ തൽക്കാലം മാറ്റി വെക്കാം. എന്താണ്? കോമ്പസ് ആണ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ. അപ്പൊ കോമ്പസ് നമ്മൾ ഈ എ ബിയിൽ കൊണ്ടുവച്ചു. എന്നിട്ട് ഇതിന്റെ പകുതിയിൽ കൂടുതൽ അളന്നെടുക്കണം. അതായത് ഇപ്പോ എ ബിയുടെ മൊത്തം ലെങ്ത് എടുക്കുകയാണെങ്കിൽ മൊത്തം കോമ്പസ് ഇത്രയും ഉണ്ട് അല്ലെ. നോക്കിക്കേടാ, ഇത്രയും ലെങ്ത് ഉണ്ട് അല്ലെ. അപ്പൊ ഇതിനകത്ത് ഈ എ ബിയുടെ പകുതിയിൽ കൂടുതൽ എടുക്കണം. എത്രയാണ്? മോർ ദാൻ ഹാഫ്. എന്താണ്? മോർ ദാൻ ഹാഫ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത് മോർ ദാൻ ഹാഫ് ആണെന്ന് മനസ്സിലാക്കുക? നമുക്ക് ഏകദേശം കണ്ടാൽ അറിയാം അല്ലെ. യെസ്, നോക്കിക്കേടാ, ദേ ഇവിടെ എത്തിയപ്പോ ഒരു 1/4 ഭാഗം ഇപ്പൊ ഏകദേശം അരയിൽ കൂടുതൽ ഉണ്ടെന്ന് നമുക്ക് കണ്ടാൽ അറിയാം അല്ലെ. അരയിൽ കൂടുതൽ എടുത്തിട്ട് മെഷർമെന്റ് ഒന്നും തന്നെയില്ല, ചുമ്മാ എടുത്തിട്ട് നമ്മൾ മുകളിലേക്കും താഴേക്കും എയിൽ കുത്തിയിട്ട് ആർക്ക് മാർക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ ആർക്ക് മാർക്ക് ചെയ്യാനായിട്ട് പോവാണ്. എയിൽ കുത്തിയിട്ട് മുകളിൽ നിന്നും നമ്മൾ ആർക്ക് മാർക്ക് ചെയ്യുന്നു, അതേപോലെ തന്നെ താഴത്തേക്കും ആർക്ക് മാർക്ക് ചെയ്യുക. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യുക? ബിയിൽ കൊണ്ട് കുത്തുന്നു, നേരെ തിരിക്കുന്നു, സെയിം പരിപാടി റിപ്പീറ്റ്. ഇവിടെയും നമുക്ക് ആർക്ക് മാർക്ക് ചെയ്യണം, അതേപോലെ തന്നെ
താഴത്തും ആർക്ക് മാർക്ക് ചെയ്യണം. താഴത്തും ഇതേപോലെ തന്നെ ആർക്ക് നമ്മൾ മാർക്ക് ചെയ്യണം. ഓക്കെ ആണല്ലോടാ? യെസ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് ആർക്കുകളെയും തമ്മിൽ യോജിപ്പിക്കുന്നു. യോജിപ്പിക്കാൻ നമുക്ക് എന്തെടുക്കാടാ? റെഡ് കളർ എടുക്കാം. ഓക്കെ, ഇതേ നമ്മൾ യോജിപ്പിച്ചു കേട്ടോ. ഓക്കെ ആണല്ലോ? ഇപ്പോ ആ ഒരു എ ബി എന്ന് പറയുന്ന വരയിലൂടെ ആണ് ഈ ഒരു ലൈൻ കടന്നു പോയിരിക്കുന്നത്. ആ കടന്നു പോയ പോയിന്റ്, അതിന് നമുക്കൊരു പേര് കൊടുക്കാം. നമ്മൾ O എന്ന് പേര് കൊടുക്കുന്നു. ഇപ്പൊ ശ്രദ്ധിച്ചേടാ, എ ബി എന്ന് പറയുന്നതിന്റെ നീളം നമുക്ക് 8.5 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ പകുതിയായിട്ടുള്ള OB യുടെ നീളം എത്രയായിരിക്കൂടാ? ദാറ്റ് ഈസ് 4 സെന്റിമീറ്റർ. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? 4 സെന്റിമീറ്റർ. സോ നമുക്ക് എഴുതാം, ഇത് 4.25 സെന്റിമീറ്റർ ആണ് നമ്മളുടെ OB യുടെ നീളം. OB ഈസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ. നമ്മൾ നേരെ കോമ്പസ് എടുക്കുന്നു, OB യുടെ നീളം കണക്കാക്കുന്നു. OB യുടെ നീളം കണക്കാക്കുന്നു. ഇതേപോലെ OB യുടെ നീളം കണക്കാക്കാം. നേരെ ബിയിൽ കുത്തിയിട്ട് മുകളിലേക്ക് ആർക്ക് മാർക്ക് ചെയ്യണം കേട്ടോ. മുകളിലേക്ക് നമ്മൾ ആർക്ക് മാർക്ക് ചെയ്യുന്നു. വരയ്ക്കാലോ? യെസ്, നമ്മൾ വരച്ചു. നേരെ അതേപോലെ തന്നെ ഓയിലും കൊണ്ടുവയ്ക്കാം. ഇതേ പരിപാടി റിപ്പീറ്റ്, സെയിം തന്നെ ഇതേപോലെ നേരെ വരയ്ക്കുന്നു. ഇപ്പൊ നമുക്കൊരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് ആ പോയിന്റിന് ഒരു പേര് കൊടുക്കാം, AB. അപ്പൊ നമുക്ക് C കൊടുക്കാം. C എന്ന് നമ്മൾ പേര് കൊടുക്കുന്നു ആ പോയിന്റിന്. നമ്മൾ എന്ത് ചെയ്യുന്നു? സിയിൽ വീണ്ടും കൊണ്ടേ കുത്തുന്നു. സിയിൽ നിന്നും അടുത്ത ആർക്ക് നമ്മൾ ഇതേ മാർക്ക് ചെയ്യുന്നു. അടുത്ത ആർക്ക് ഇതേ നമ്മൾ മാർക്ക് ചെയ്യുന്നു. യെസ്, ഇപ്പൊ ദേ പോയിന്റ് അവിടെ വീണ്ടും ഒരെണ്ണം കിട്ടിയല്ലോ. അപ്പൊ ABCD കൊടുക്കുക അല്ലെ? ആ പോയിന്റിന് നമ്മൾ D എന്ന് പേര് കൊടുക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? റെഡ് കളർ തന്നെ വേണ്ട, ഇനി നമുക്ക് മഞ്ഞ കളർ, കാരണം OBക്ക് മഞ്ഞ കളർ അല്ലേ ഇടാം. അപ്പൊ നമുക്ക് മഞ്ഞ കളർ എടുത്തിട്ട് എന്ത് ചെയ്യാം? ബിയിൽ നിന്നും ഡിയിലേക്ക് വരയ്ക്കുന്നു. സിയിൽ നിന്നും ഡിയിലേക്ക് വരയ്ക്കുന്നു. അപ്പൊ ഇവ മാത്രം റെഡ് വേണ്ട, അവനെ നമുക്ക് മഞ്ഞയാക്കാടാ. യെസ്, ഓയിൽ നിന്നും സിയിലേക്ക് വരയ്ക്കുന്നു. അതായത് നമ്മളുടെ സ്ക്വയർ എന്ന് പറയുന്നത് ഏതാടാ? ഈ ഒരു ഭാഗമാണ് നമുക്ക് കിട്ടേണ്ടേ സമചതുരം എന്ന് പറയുന്നത്. വശങ്ങൾക്ക് 4.25 സെന്റിമീറ്റർ നീളമുള്ള സമചതുരം ദേ ഇവിടെ റെഡി ആയി കഴിഞ്ഞൂടാ. അപ്പൊ നമ്മുടെ സ്ക്വയറിന്റെ പേര് കൂടി നമുക്കൊന്ന് എഴുതണം കേട്ടോ. എന്താണ്? OBDC എന്നാണ് നമ്മളുടെ സമചതുരത്തിന്റെ പേര്. ക്ലിയർ ആണോടാ? കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല. ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഇരട്ടി എടുക്കുക എന്നുള്ള കാര്യം എന്റെ മക്കള് മനസ്സിൽ വെച്ചോളൂ കേട്ടോ. ഓക്കെ, നമ്മളിപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാനായിട്ട് പോവാണ്. യെസ്, നമുക്ക് നോക്കാം. അപ്പൊ ലൈൻ ബൈസെക്ട് ചെയ്ത് വരയ്ക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഇനി നോക്കിക്കേടാ, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് നമ്മളോട് വരയ്ക്കാൻ പറയുന്നത് എങ്കിൽ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ വശങ്ങളുടെ നീളം 2.75 സെന്റിമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 2.75 സെന്റിമീറ്റർ വശങ്ങൾക്ക് നീളം വരുന്ന ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താടാ? എല്ലാ വശവും തുല്യം അല്ലെ? സമഭുജ ത്രികോണം. എല്ലാ വശങ്ങളും എല്ലാ കോണുകളും തുല്യമായിട്ടുള്ള ഒരു ത്രികോണമാണ് എന്ത്? ഇക്വലാറ്ററൽ അല്ലെങ്കിൽ സമഭുജ ത്രികോണം എന്ന് പറയുന്നത്. അതായത് ഇവിടെയും 2.75, ഇവിടെയും 2.75, ഇവിടെയും 2.75. അപ്പൊ നമുക്ക് ഈ 75 കണ്ടപ്പോ തന്നെ മനസ്സിലായി. കാരണം 75 വെച്ചിട്ട് നമുക്ക് എന്തായാലും വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇരട്ടി എടുക്കണം. നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡബിൾ എടുക്കാൻ പോവാണ്. ഇരട്ടി എടുക്കാൻ പോവാണ്. 2.75 into 2. ഇവിടെ നമ്മുടെ കാലും അരയും പരിപാടി നടക്കില്ല. നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൂട്ടുക അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് ചെയ്താലും കറക്റ്റ് കിട്ടൂടാ. 5ഉം 2ഉം 10, 0 കൊടുക്കുന്നു, മുകളിൽ കൊടുക്കുന്നു. 7 2 14 1 15, 5 കൊടുക്കുന്നു, മുകളിൽ കൊടുക്കുന്നു. 2 2 4 1 5. പോയിന്റ് കൃത്യമായിട്ട് ഇറക്കി എഴുതുന്നു. സോ ആൻസർ ഈസ് 5.5 സെന്റിമീറ്റർ ആണ് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 5.5 സെന്റിമീറ്റർ ആദ്യം വരയ്ക്കണം. എന്നിട്ട് അതിനെ ബൈസെക്ട് ചെയ്യണം. എന്നിട്ട് ഒരു കഷ്ണം കിട്ടും. ആ കഷ്ണത്തിന്റെ നീളം എടുത്ത് രണ്ട് സൈഡിലും കുത്തി മുകളിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ട്രയാങ്കിൾ ഈസ് റെഡി. ചെയ്യാം നമുക്ക് എന്നാ? ഓക്കെ ആണോ? യെസ്, നമുക്കെന്നാ വരച്ചാലോടാ. 5.5 സെന്റിമീറ്റർ നീളത്തിൽ വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്? ആദ്യം തന്നെ നമ്മളുടെ വര വരയ്ക്കാനായിട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ സ്കെയിൽ എടുക്കാം. യെസ്, സ്കെയിലും കോമ്പസും നമുക്ക് ഒന്നിച്ച് തന്നെ എടുത്തു വെക്കാം. ഓക്കെ, കോമ്പസ് എടുത്തു. അതേപോലെ തന്നെ നമ്മളുടെ സ്കെയിലും നമ്മൾ എടുത്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 5.5 സെന്റിമീറ്ററിൽ ആദ്യം തന്നെ ഒരു വര വരയ്ക്കാം. ഓക്കെ, നമ്മൾ വീണ്ടും മഞ്ഞ കളർ എടുക്കുന്നു. വരയ്ക്കാനായിട്ട് മഞ്ഞ കളറാണ് നല്ലത്, അതാണ് ട്ടാ. ഓക്കെ, യെസ്, നമ്മൾ എടുത്തു. 5.5 വരച്ചു. ഉടനെ തന്നെ പേര് കൊടുക്കുന്നു PQ. എപ്പോഴും AB കൊടുത്താൽ നമുക്ക് ബോറടിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? PQ ആക്കി. 5.5 സെന്റിമീറ്റർ കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ബൈസെക്ട് ചെയ്യാൻ പോവാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. PQവിന്റെ പകുതിയിൽ കൂടുതൽ എടുക്കുക. എന്താണ്?
പി ക്യു എന്ന് പറയുന്ന വരയുടെ പകുതിയിൽ കൂടുതൽ ദേ നമ്മൾ എടുത്തു. മുകളിലേക്ക് നമ്മൾ ദേ കൊണ്ടുപോകുന്നു. നമ്മൾ ആർക്ക് വരയ്ക്കുമ്പോൾ എപ്പോഴും ബ്ലൂ കളറാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബ്ലൂ എടുത്തു. നേരെ ദേ നമ്മൾ താഴേന്ന് മുകളിലേക്ക് ആർക്ക് മാർക്ക് ചെയ്തു. സെയിം പരിപാടി താഴത്തേക്കും ചെയ്യണം. താഴെയും നമ്മൾ ആർക്ക് മാർക്ക് ചെയ്യുന്നു. നേരെ ക്യൂവിൽ കൊണ്ടുവയ്ക്കാം. വീണ്ടും തിരിക്കാം. മുകളിലേക്ക് ആർക്ക് കട്ടായി പോകുന്ന രീതിയിൽ വീണ്ടും മുകളിൽ കൊടുത്തു. അതേപോലെ തന്നെ താഴെയും കൊടുത്തു. പരിപാടി നമ്മൾ ഇത് അവസാനിപ്പിച്ചു. നേരെ നമുക്ക് കട്ട് ചെയ്യാലോ. കട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്തെടുക്കും? റെഡ് എടുക്കും. ഓക്കെ, കട്ട് ചെയ്യാനായിട്ട് റെഡ് എടുക്കുന്നു. ആർക്കിന് ബ്ലൂ എടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ കട്ടായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കട്ടായി പോയ പോയിന്റിന് നമ്മൾ മിക്കപ്പോഴും എന്താടാ കൊടുക്കുന്നത്? O എന്നാണ് നമ്മൾ ആ പോയിന്റിന് മിക്കപ്പോഴും കൊടുക്കുന്ന പേര്. അതായത് ഇപ്പോൾ OQ ന്റെ നീളം എന്ന് പറയുന്നത് എത്രയാടാ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ പകുതി, അതായത് 5.5ന്റെ പകുതി, അതായത് 2.75 വെച്ചിട്ടായിരുന്നു നമ്മൾ ഈ കളി മൊത്തം കളിച്ചത് അല്ലേ? 2.75ന്റെ ഇരട്ടി എടുത്താണ് നമ്മൾ 5.5 എടുത്ത് കാര്യങ്ങൾ ചെയ്തത് അല്ലേടാ? യെസ്. അപ്പോ ആ 2.75 ആണ് ഇപ്പോ OQന്റെ നീളം കിട്ടിയിരിക്കുന്നത്. നമുക്ക് എഴുതാലോ. ചെറുതാക്കി അതിന്റെ ഉള്ളിൽ എഴുതാവേ. 2.75 സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോടാ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? OQവിന്റെ നീളം കോമ്പസിൽ എടുക്കാം. കോമ്പസ് ഇവിടെ വെയിറ്റിംഗ് ആണ്. അപ്പൊ എന്ത് ചെയ്യാം? കോമ്പസിൽ നമുക്ക് OQവിന്റെ നീളം നമ്മൾ എടുക്കാൻ പോവാണ്. OQ കൃത്യം OQ, അല്ലാതെ പകുതിയൊന്നും ഇല്ല, പകുതിയിൽ കൂടുതലൊന്നും ഇല്ല, കൃത്യം OQ എന്നാലേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. കൃത്യം OQ എടുക്കുന്നു. ക്യൂവിലാണ് നമ്മൾ ആദ്യം കുത്തിയിരിക്കുന്നത്. എവിടെ വേണമെങ്കിൽ നമുക്ക് ആദ്യം കുത്താട്ടോ, ഒരു പ്രശ്നവും ഇല്ല. ക്യൂവിലാണ് നമ്മൾ ആദ്യം കുത്തിയിരിക്കുന്നത്. ബ്ലൂ കളർ എടുക്കാം. യെസ്, നേരെ നമ്മൾ കൊണ്ടുപോയി വെച്ചു. ദേ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ എവിടെ കുത്തണോടാ? ഓയിൽ കൊണ്ടുപോയി വീണ്ടും കുത്തണം. എവിടെയാണ്? ഓയിൽ കൊണ്ടുപോയി കുത്തുന്നു, കറക്കുന്നു, ദേ നമ്മൾ വരയ്ക്കുന്നു. കിട്ടിയല്ലോടാ? പോയിന്റ് കിട്ടിയില്ലേ? ഇനി ആ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ മഞ്ഞ കളർ എടുത്തിട്ട്, മഞ്ഞ വേണ്ട അല്ലെങ്കിൽ നമുക്ക് റെഡ് കളർ എടുക്കാം. റെഡ് കളർ എടുത്തിട്ട് നമുക്ക് ആ ട്രയാങ്കിൾ മാത്രം എന്ത് ചെയ്യാം? നല്ല ഭംഗിയായിട്ട് വരച്ചെടുക്കാം. ദേ ഇവിടെ നിങ്ങോട്ട്, ഇവിടെ നിങ്ങോട്ട്, ഇവിടെ നിങ്ങോട്ട്. ഓക്കെ ആണല്ലോടാ? അതായത് നമ്മളുടെ OQ ഒരെണ്ണം കൂടി കൊടുക്കണ്ടേ? R എന്ന് പേര് കൊടുക്കാം. അതായത് OQR. OQR ആണ് നമ്മളുടെ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. എന്താണ്? OQR ആണ് നമ്മുടെ ട്രയാങ്കിൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് കളറൊക്കെ അടിക്കാം. ഉള്ളിൽ വേണമെങ്കിൽ കളറൊക്കെ അടിച്ച് ഭംഗിയാക്കാം, ഇല്ലെങ്കിൽ ചുമ്മാ ഷെയ്ഡ് ചെയ്യാം. എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ല. അടിപൊളി ആക്കിയാൽ മതി. ഓക്കെ, ഇത് നമ്മളുടെ ഇതാണ് നമ്മളുടെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, OQR 2.75 ആണ് വശങ്ങൾക്ക് നീളം വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ എഴുതുവാണ് 2.75 സെന്റിമീറ്റർ, 2.75 സെന്റിമീറ്റർ ആൻഡ് 2.75 സെന്റിമീറ്റർ. ഓക്കെ ആണോടാ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? നമ്മളുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചെടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ വീണ്ടും അടുത്ത ഒരു ടോപ്പിക്കിലേക്കാണ് പോകാനായിട്ട് പോകുന്നത്. നമ്മളുടെ റോംബസ് വരയ്ക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക്. എന്താണ്? റോംബസ് വരയ്ക്കുന്ന ക്വസ്റ്റ്യൻസ്. റോംബസ് വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, റോംബസിന്റെ കുറച്ച് പെക്യുലാരിറ്റീസ് അറിഞ്ഞാലേ നമുക്ക് റോംബസ് വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ. 4 വശങ്ങളുള്ള ഒരു ഫിഗർ ആണ് എന്ത്? നമ്മുടെ റോംബസ് എന്ന് പറയുന്നത്. 4 വശങ്ങളുണ്ട്. അതിന്റെ ഡയഗണൽസ് പരസ്പരം പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആകുന്നു. ദാറ്റ് മീൻസ് ഇവിടെ കട്ട് ചെയ്ത് പോകുമ്പോൾ ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ആംഗിൾ ഓൾവേസ് 90 ഡിഗ്രി ആണ്. ഓക്കെ, ആൻഡ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ ഇതിപ്പോ മൊത്തത്തിൽ ഇപ്പൊ ഒരു 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 5 സെന്റിമീറ്റർ, ഇവിടെ 5 സെന്റിമീറ്റർ. ഇനി ഇത് മൊത്തത്തിൽ ഒരു 8 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 4 സെന്റിമീറ്റർ, ഇവിടെ 4 സെന്റിമീറ്റർ. അതായത് നമ്മുടെ ബൈസെക്ടർ കൃത്യമായിട്ട് ഉപയോഗിച്ച് നമുക്കൊരു റോംബസ് വരയ്ക്കാനായിട്ട് സാധിക്കും. അടുത്തേക്ക് നോക്കിക്കേടാ. 6.5 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും വരുന്ന ഒരു റോംബസ് വരയ്ക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 6.5 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ബൈസെക്ട് ചെയ്ത് മുകളിലും താഴെയും എടുക്കാൻ പകുതിയാക്കാൻ പറ്റുമോ? ഇല്ല, ബുദ്ധിമുട്ടാണ് അല്ലെ? 6.5 നമുക്ക് സ്കെയിലിൽ അളന്നെടുക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അതിനെ ബൈസെക്ട് ചെയ്ത് വേണം വരയ്ക്കാൻ. അതായത് ഇപ്പോ 6.5 സെന്റിമീറ്റർ നീളത്തിൽ നമ്മളൊരു വര വരയ്ക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ 2 പോയിന്റ്സിലും കുത്തി മുകളിലേക്കും താഴേക്കും ആർക്ക് മാർക്ക് ചെയ്ത് ഇതിനെ കട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പേര് കിട്ടുമല്ലോടാ. AB ആണെങ്കിൽ ഇത് OB എന്ന് പറയുന്ന വശമാണ് എത്ര? നമ്മളുടെ ബൈസെക്ടർ, 6.5ന്റെ ബൈസെക്ടർ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിനി ഈ ഒരു സൈഡിന്റെ ആവശ്യമില്ല, കാരണം നമുക്ക് റോംബസ് ആണ് വരയ്ക്കേണ്ടത്. അടുത്ത വശം എത്രയാ? നമ്മളുടെ ഒരു ഡയഗണൽ 6.5 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത ഡയഗണൽ എത്രയാടാ? 4 സെന്റിമീറ്റർ ആണ്. അതായത് മുകളിലേക്കും താഴേക്കും കൂടി കൂട്ടിയാൽ 4 സെന്റിമീറ്റർ വരണം. കുറച്ച് ആൾക്കാർ ചെയ്യുന്ന പരിപാടി മുകളിലേക്കും 4 സെന്റിമീറ്റർ എടുക്കും, താഴത്തേക്കും 4 സെന്റിമീറ്റർ എടുക്കും. അപ്പൊ മൊത്തത്തിൽ 8 സെന്റിമീറ്റർ ആയി പോയില്ലേടാ? അങ്ങനെയല്ല, 4നെ ഹാഫ് ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ദാറ്റ് ഈസ് 2 സെന്റിമീറ്റർ മുകളിലേക്കും 2 സെന്റിമീറ്റർ താഴത്തേക്കും. ക്ലിയർ ആണോടാ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഓയിൽ കുത്തി കോമ്പസിലോ സ്കെയിലിലോ ഒരു 2 സെന്റിമീറ്റർ മുകളിലേക്ക് മാർക്ക് ചെയ്യുക. വീണ്ടും ഓയിൽ കുത്തി
താഴത്തേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പോയിന്റിന് 2 പേര് കൊടുക്കാം, സി എന്നും ഡി എന്നും പേര് കൊടുക്കും. നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന 4 പേരെയും തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ റോംബസ് ACBD എന്ന് പറയുന്ന റോംബസ് നമുക്ക് കിട്ടും. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിച്ചാൽ കൃത്യമായിട്ട് എഴുതണം. ഓക്കെ ആണല്ലോ. ഇനി അതുപോലെ തന്നെ ലൈൻ ബൈസെക്ടറിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതിനകത്ത് പഠിക്കാനുള്ളതാണ് നമ്മളുടെ ആംഗിൾ ബൈസെക്ടർ. എന്താണോ ആംഗിൾ ബൈസെക്ടർ ആണ് നമുക്ക് ഇനി അടുത്തത് പഠിക്കാനായിട്ടുള്ളത്. ആംഗിൾ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളിവിടെ ലൈൻ ബൈസെക്ട് ചെയ്തതിന് പകരം നമ്മൾ ഇനി ബൈസെക്ട് ചെയ്യാൻ പോകുന്നത് കോണുകളെയാണ്. ശ്രദ്ധിച്ചേടാ, ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു കോൺ വരച്ചിട്ടുണ്ട്. ഇത് തൽക്കാലം നമുക്ക് ഇതിനെ ഒരു 40 ഡിഗ്രി എന്ന് എടുക്കാം. എത്രയാണ്? 40 ഡിഗ്രി. ഈ 40 ഡിഗ്രീനെ പകുതിയാക്കണം. ഒത്ത നടുക്ക് കൂടി എന്താണ്, നമുക്ക് ഒരു ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഓരോ പകുതിയും എത്ര വീതം ആയിരിക്കൂടാ? 40നെ പകുതിയാക്കിയാൽ അത് 20 ഡിഗ്രിയാണ് അല്ലെ? ഇവിടെയും 20 ഡിഗ്രി, ഇവിടെയും 20 ഡിഗ്രി. ഓക്കെ ആണല്ലോടാ. അതായത് ഒരു ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന ആംഗിൾ വരയ്ക്കാം. അതായത് ഇപ്പൊ 25 ഡിഗ്രി ആണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിന്റെ ഇരട്ടി എടുക്കണം. അതായത് ഇരട്ടി എന്ന് പറയുമ്പോൾ 50 ഡിഗ്രി എടുക്കുന്നു. നമ്മൾ 50 ഡിഗ്രി വരച്ചു വെച്ചേക്കാണേ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു പോയിന്റ് എ എന്ന് പേര് കൊടുത്താൽ ഈ പോയിന്റിൽ കുത്തിയിട്ട് മുകളിലേക്ക് കയറ്റി വരയ്ക്കാം. ഈ ഒരു പോയിന്റ് എ ആണെങ്കിൽ കുത്തിയിട്ട് നമുക്ക് നോക്കി ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കാം. ഓക്കെ, എയിൽ കുത്തിയിട്ട് കോമ്പസിൽ നിന്ന് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കാം. എന്നിട്ട് ഈ 2 പോയിന്റ്സിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിൽ കോമ്പസിൽ ഇവിടെ പോയിന്റിൽ സി എന്നും ഡി എന്നും കൊടുത്താൽ സിയിൽ കുത്തിയും ഡിയിൽ കുത്തിയും ഈക്വൽ ഡിസ്റ്റൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ആർക്ക് മാർക്ക് ചെയ്യുന്നു. അതായത് ഈ ആർക്കിലേക്ക് നമ്മൾ എയിൽ നിന്നും ജോയിൻ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു പോർഷൻ ആണ്, ഈ ഒരു മഞ്ഞ കളറിലെ പോർഷൻ ഞാൻ ഇപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു പോർഷൻ ആണ് നമ്മളുടെ 25 ഡിഗ്രി എന്ന് പറഞ്ഞാൽ. ഇത് മാത്രമല്ല, മുകളിലും 25 ഡിഗ്രി തന്നെയാണ്. അതായത് 50നെ പകുതിയാക്കി നമ്മൾ 25 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് 37 ഡിഗ്രിയും 62 ഡിഗ്രിയും നമുക്ക് ഇതേപോലെ വരയ്ക്കണം. ഓക്കെ, അപ്പൊ 37.5 നമുക്ക് പ്രൊട്രാക്ടറിന്റെ അടുത്ത് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് നമ്മുടെ ബൈസെക്ടറിന്റെ പ്രാധാന്യം വരുന്നത്. അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ മിക്കപ്പോഴും ഇതേപോലെയാണ് ചോദിക്കുള്ളൂ എക്സാമിന്. അതായത് അര വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസേ ചോദിക്കുള്ളൂ. നോർമലി നമുക്ക് എന്ത് വെച്ച് ചെയ്യാം, പ്രൊട്രാക്ടർ വെച്ച് ചെയ്യാം അല്ലെ? പക്ഷെ ബൈസെക്ടർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഇരട്ടി എടുക്കണം അല്ലെ? ഇപ്പൊ 37 നമ്മൾ എന്ത് ചെയ്യണം, ഇരട്ടിയാക്കണം. ഓക്കെ, അതിനെന്ത് ചെയ്താൽ മതി, ആദ്യം 37ന്റെ ഇരട്ടി എടുക്കാം. എത്ര കിട്ടും? 74 എന്ന് കിട്ടും. അതിനുശേഷം അരയുടെ ഇരട്ടി എടുക്കാം, അല്ലെങ്കിൽ അര പ്ലസ് അര. അപ്പൊ നമുക്ക് അവിടെ എന്ത് കിട്ടും, ഒരു 1 കിട്ടും. അതായത് 74 1 കൂടി കൂട്ടിയാൽ മൊത്തത്തിൽ 75 എന്ന് നമുക്ക് കിട്ടും അല്ലെ? എത്രയാണ്? 75 എന്ന് നമുക്ക് കിട്ടും. ഈ രീതിയിലാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കാം, എന്നാ 37 ഡിഗ്രി നമുക്ക് ആംഗിൾ വരയ്ക്കാം ആംഗിൾ ബൈസെക്ടർ ഉപയോഗിച്ച്. വായോ. സോ നമ്മുടെ 37 ഡിഗ്രിയിലെ ആംഗിൾ നമ്മൾ ഇതേ വരയ്ക്കാൻ പോവാണേ. 37.5 ഡിഗ്രിയിലെ ആംഗിൾ വരയ്ക്കുന്നു. ഇരട്ടി എടുത്തു നമ്മൾ നേരത്തെ തന്നെ. എത്രയാണ്? 75 ഡിഗ്രി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്നാ. അപ്പോ ഇവിടെ ഏത് ടൂളാണ് എക്സ്ട്രാ ആയിട്ട് എടുക്കേണ്ടത്? പ്രൊട്രാക്ടർ വേണം നമുക്ക്. എന്താണ് ആദ്യം പ്രൊട്രാക്ടർ എടുത്ത് വേണം വരയ്ക്കാനായിട്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ കോമ്പസും കൂടി വേണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ പ്രൊട്രാക്ടർ എടുത്തിട്ട് നോർമലി ഇതിനകത്ത് തന്നെ വെച്ചിട്ട് ഒരു വര വരച്ചാൽ മതി ഇടാം. ഓക്കെ, പ്രൊട്രാക്ടറിൽ അത് വരുന്നില്ല. സ്കെയിൽ എടുക്കാം. സ്കെയിൽ ആകുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഓക്കെ, ചുമ്മാ ഒരു വര വരച്ചു. ഓക്കെ ആണല്ലോ. എന്നിട്ട് നമ്മൾ എന്തുകൊണ്ട് വെക്കണോടാ, ഇങ്ങേറ്റത്ത് നമ്മുടെ പ്രൊട്രാക്ടർ കൊണ്ടുവച്ചിട്ട് എടുക്കുമ്പോൾ സൂക്ഷിക്കണം 75 ഡിഗ്രി ആണ്. അപ്പോൾ എപ്പോഴും റൈറ്റ് സൈഡിൽ നിന്ന് വേണം എടുത്തു പോകാനായിട്ട് കേട്ടോ. ഇപ്പുറത്തുനിന്ന് എടുത്താൽ നമ്മുടെ ആംഗിൾ തെറ്റിപ്പോകും. ഓക്കെ, അപ്പൊ റൈറ്റ് സൈഡിൽ നിന്ന് ഇവിടെ 10 20 30 40 50 60 70 75 അങ്ങനെ വേണം വരയ്ക്കാനായിട്ട് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, 75 വരയ്ക്കാൻ പോവാണ്. നമ്മുടെ പോയിന്റിൽ നിന്നും 75 നമ്മൾ മുകളിലേക്ക് വരച്ചു. ഓക്കെ ആണല്ലോടാ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോർമൽ ആംഗിൾ നമ്മൾ വരയ്ക്കാനുള്ള നോർമൽ ആംഗിൾ നമുക്ക് എന്ത് ചെയ്യാം, പേര് കൊടുക്കാവേ. എന്താണ്, നമുക്ക് ഇതിന് O എന്നും ഇതിന് P എന്നും ഇതിന് Q എന്നും പേര് കൊടുക്കും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, കോമ്പസ് എടുക്കുന്നു. കോമ്പസ് എടുക്കാൻ പോവാണേ. കോമ്പസ് എടുത്തിട്ട് നമ്മുടെ ഓയിൽ കൊണ്ട് കുത്താം. കുറച്ചും കൂടി ചെറുതാക്കാം നമ്മുടെ കോമ്പസ്. അത് നമ്മുടെ ഇഷ്ടമാണ്. ചെറുതാക്കില്ലെങ്കിൽ നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. എന്നാലും നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറുതാക്കുവാണേ. നമ്മളതേ ഓയിൽ കൊണ്ട് കുത്തിയിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് പോകുന്ന രീതിയിലാണ് നമുക്കൊരു ആർക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളതേ വരയ്ക്കാൻ പോവാണേ. യെസ്, ദേ കൊണ്ടുവച്ചു. നമ്മളതേ വരയ്ക്കുന്നു.
ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ രണ്ട് വരകളെയും മുട്ടണോട്ടോ നമ്മുടെ ആർക്ക്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ രണ്ട് പോയിന്റ്സിന് രണ്ട് പേര് കൊടുക്കാം. PQR എന്നും S എന്നും രണ്ട് പേര് കൊടുക്കാം. ഇനി എന്ത് ചെയ്യുന്നു, നമ്മുടെ സ്കെയിൽ എടുത്തിട്ട് അളവ് മാറാതെ 6ൽ കൊണ്ടേ കുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ആർക്ക് മാർക്ക് ചെയ്യുന്നു. വീണ്ടും S-ൽ കൊണ്ടേ കുത്തിയിട്ട് ആർക്ക് മാർക്ക് ചെയ്യുന്നു. ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്യാം, പോയിന്റിനെ കണക്ട് ചെയ്ത് വരയ്ക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ ഞാൻ റെഡ് കളറാണ് എടുക്കുന്നത്. നമ്മളുടെ ഓയിൽ കുത്തി ആർക്കിലേക്ക് മാർക്ക് ചെയ്യുന്നു. നമ്മുടെ കോൺ റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ഇപ്പുറത്തും റെഡ് കളർ കൊടുക്കുന്നു. അതായത് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്ന ആ ഒരു പോയിന്റിനും കൂടി നമുക്കൊരു പേര് കൊടുക്കാം. PQRST കൊടുക്കാം അല്ലെ. അതായത് നമ്മളുടെ TOP എന്നോ അല്ലെങ്കിൽ POT എന്നോ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ശ്രദ്ധിച്ചേടാ, മുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോയാലും TOP എന്ന് പറഞ്ഞാലും POT എന്ന് പറഞ്ഞാലും സെയിം ആണ്. എത്ര ഡിഗ്രി വന്നടാ? ഇസ് ഈക്വൽ ടു നമ്മളുടെ 37.5 ഡിഗ്രി. 75ന്റെ പകുതി 37.5 വന്നു. നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്യാലോടാ. നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ 37.5 ഡിഗ്രി നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, 37 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതിന്റെ പകുതിയാണ്. നമുക്കൊന്ന് അളന്ന് നോക്കാം. നമ്മുടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് നമുക്കൊന്ന് അളന്നും കൂടി നോക്കി കഴിഞ്ഞാൽ എന്താണ്, കൺഫേം ആകും. ഓക്കെ, നമ്മളിവിടെ കൊണ്ടുവച്ചു. നോക്കിക്കേടാ, 35 കഴിഞ്ഞു പോയി, 36, 37 ഷാർപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് അളന്നും കൂടി നോക്കിക്കോളൂ. നമ്മുടെ കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് അളന്നും കൂടി നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് ഇവിടെ എഴുതും കൂടി വേണേ 37.5 ഡിഗ്രി എന്നുള്ള കാര്യം ഒന്ന് എഴുതുകയും ചെയ്തോളൂ. ഓക്കെ ആണല്ലോ? ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഒരു ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആംഗിൾ ബൈസെക്ടർ വരയ്ക്കേണ്ടത്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ തിരിച്ചു പോകുന്നു. നമുക്കിനി അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ശ്രദ്ധിച്ചേടാ, ഇവിടെ പ്രൊട്രാക്ടർ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നോക്കിക്കേ, സ്കെയിലും കോമ്പസും മാത്രം ഉപയോഗിച്ചുകൊണ്ട് എന്ത് വരയ്ക്കണം, താഴെ തന്നിരിക്കുന്ന കുറച്ച് ആംഗിൾസ് വരയ്ക്കണം. അപ്പൊ ഇത് വരയ്ക്കാനായിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. യെസ്, സോ സ്കെയിലും കോമ്പസും മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ആംഗിൾസ് വരച്ചെടുക്കാൻ പറ്റുന്നത് എന്ന് നോക്കാം. അപ്പോൾ വളരെ ബേസിക് ആയിട്ട് അതിനു വേണ്ടി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു വര വരയ്ക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ എപ്പോഴും നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്, വര വരച്ചിട്ട് പരിപാടി തുടങ്ങുക എന്നുള്ളതാണല്ലേ. അപ്പൊ നമ്മൾ വര വരച്ചു, സ്കെയിൽ അങ്ങോട്ട് മാറ്റി വെച്ചു. ഓക്കെ, ഇനി കോമ്പസ് ആണ് ഫുള്ള് പണിയെടുക്കുന്നത്. നേരെ കോമ്പസ് കൊണ്ടേ വെക്കുന്നു. ഈ വരയിൽ എവിടെയെങ്കിലും കൊണ്ടേ കോമ്പസ് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് മറ്റൊരു കളർ എടുത്തിട്ട് ഒരു സെമി സർക്കിൾ ആണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും വയ്ക്കാം, ഒരു സെമി സർക്കിൾ അങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതിന്റെ സെന്റർ നമുക്ക് ഓൾറെഡി ഇവിടെ മാർക്കായി കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു, സെന്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ സെന്റർ. O എന്ന് മാർക്ക് ചെയ്യാം. A എന്നും B എന്നും രണ്ട് അറ്റങ്ങൾക്കും പേര് കൊടുക്കാം. ഓക്കെ ആണല്ലോ? O എന്നും A എന്നും B എന്നും നമ്മൾ രണ്ട് അറ്റങ്ങൾക്കും പേര് കൊടുത്തു. ഓക്കെ ആണല്ലോടാ? ക്ലിയർ അല്ലേ? ഇനി നമ്മൾ കോമ്പസ് വീണ്ടും എടുക്കുന്നു. ബിയിൽ കൊണ്ടേ കുത്തിയിട്ട് നമ്മളുടെ എന്ത്, അളവ് മാറാൻ പാടില്ല. അളവ് മാറാൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ സെമി സർക്കിളിൽ ഒരു എന്ത് ചെയ്യാൻ പോവാ, ആർക്ക് മാർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. ആർക്ക് മാർക്ക് ചെയ്യാനായിട്ട് പോവാണ്. ചെയ്യാം നമുക്കെന്നാ. ഓക്കെ, ഇനി വീണ്ടും ഈ ആർക്കിൽ കൊണ്ട് വീണ്ടും കുത്തുക, കറക്കുക, വീണ്ടും ഈ സെയിം പ്രോസസ് റിപ്പീറ്റ്. ഇപ്പൊ രണ്ട് ആർക്കുകൾ കിട്ടിയില്ലേടാ. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, വീണ്ടും നമ്മൾ ഈ കിട്ടിയ ആർക്കിന് പേര് കൊടുക്കാം. ABC എന്നും D എന്നും പേര് കിട്ടി. ഇനി സിയിൽ കൊണ്ടേ നമ്മൾ കോമ്പസ് കുത്തുന്നു. മുകളിലേക്ക് ആർക്ക് മാർക്ക് ചെയ്യണം കേട്ടോ. എവിടേക്കാടാ? മുകളിലേക്ക്. ശ്രദ്ധിക്കണേടാ, മുകളിലേക്ക് ആർക്ക് മാർക്ക് ചെയ്യുന്നു. യെസ്. ഇനി ഇതേ സെയിം പരിപാടി റിപ്പീറ്റ്. ഡിയിൽ കൊണ്ടേ കുത്തുന്നു, തിരിക്കുന്നു, തിരിച്ച് ആർക്ക് മാർക്ക് ചെയ്യും. അപ്പൊ നമുക്ക് മുകളിൽ ഒരെണ്ണം കിട്ടിയില്ല ഒരു പോയിന്റ്. ആ പോയിന്റിന് നമുക്കൊരു പേര് കൊടുക്കാം. ABCDE എന്ന് പേര് കൊടുക്കാം. ഈനെയും ഓയിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു വര വരയ്ക്കാനായിട്ട് പോവാണ് കേട്ടോ. ഈനെയും ഓയിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഒരു റെഡ് ലൈൻ അങ്ങോട്ടേക്ക് വരച്ചു. ഇപ്പൊ കിട്ടിയിരിക്കുന്ന ആംഗിൾ എത്രയാണെന്ന് നിങ്ങൾക്ക് ചുമ്മാ നോക്കി പറയാൻ പറ്റൂടാ. ആംഗിൾ BOE എത്രയാണ് കിട്ടിയിരിക്കുന്നത്? ആംഗിൾ BOE എത്രയാണ് എന്ന് നമുക്ക് ചുമ്മാ നോക്കി പറയാം. ദാറ്റ് ഈസ് 90 ഡിഗ്രി, 90 ഡിഗ്രിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇനി അടുത്ത പരിപാടി എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത പരിപാടിയാണേ. ഓക്കെ, ഇത്രയും വരച്ചതിന് ശേഷമാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നോക്കേണ്ടത്. നമുക്ക് നോക്കിയാണ്, ഇവിടെ രണ്ട്
ആർക്ക് സി എന്നും ഡി എന്നും പറഞ്ഞു കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ സിയിലൂടെ കടന്നു പോകുന്ന രീതിയിൽ ഓയിൽ നിന്നും ഒരു ലൈൻ അങ്ങോട്ട് വരയ്ക്കാൻ പോവാണേ. അതിന് ഞാൻ മറ്റൊരു കളർ കൊടുക്കാം, പച്ച കളർ കൊടുക്കാം. നോക്കിയടാ, പച്ച കളറിൽ നമ്മളുടെ സിയിലൂടെ ഒരു വര കടന്നുപോയി, അവിടെ നിൽക്കട്ടെ. ഇനി നമ്മളുടെ ഡിയിലൂടെ കടന്നു പോകുന്ന സെയിം പരിപാടി തന്നെ റിപ്പീറ്റ്. ഇനി നമുക്ക് മറ്റൊരു കളർ എടുക്കാം, വെള്ള കളർ എടുക്കാം. വെള്ള കളർ എടുക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു, സെയിം പരിപാടി തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. സി ഓയിൽ നിന്ന് ഡിയിലൂടെ കടന്നു പോകുന്ന രീതിയിൽ മറ്റൊരു ആർക്ക് വരച്ചു. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോ ഇത്രയും പോർഷൻ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ ഒരു ആംഗിൾ എത്രയാടാ, 60 ഡിഗ്രി ആംഗിൾ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെയും 60, ഇവിടെയും 60, ഇവിടെയും 60, മൂന്ന് സ്ഥലത്തും നമുക്ക് 60 60 60 വെച്ചിട്ട് കിട്ടി. അപ്പൊ ശ്രദ്ധിച്ചേടാ, ഈ പച്ച വര വരച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 60 ഡിഗ്രി ആണെങ്കിൽ അടുത്ത 60 ഡിഗ്രി കൂടി അപ്പുറത്തെത്തിയപ്പോഴേക്ക് എന്തായി കാണൂടാ, 60യോടൊപ്പം വീണ്ടും 60 കൂട്ടി 120 ഡിഗ്രി ആയി കാണൂലേ. ഇപ്പൊ എത്രയാണ്, 120 ഡിഗ്രി. അപ്പോൾ 60 120 90 ഒറ്റയടിക്ക് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. ആ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കാം. ഇനി ശ്രദ്ധിച്ചേ, ഇവിടെ 60 ഡിഗ്രി അല്ലേ, ഇനി നമ്മളോട് 30 ഡിഗ്രി വരയ്ക്കാൻ പറയുകയാണ്. അപ്പൊ നമ്മൾ സിയിലൂടെയുള്ള ആദ്യത്തെ വര വരച്ചു വെക്കാം. അതായത് 90 ഡിഗ്രി വരച്ചതിന് ശേഷം സിയിലൂടെയുള്ള 60 ഡിഗ്രി ആദ്യം വരച്ചു വെക്കാം. എന്നിട്ട് ഈ 60 ഡിഗ്രി ബൈസെക്ട് ചെയ്താൽ പോരെ, നമുക്ക് 30 കിട്ടൂലേ. ഇതിലൂടെ കടന്നു പോകുന്ന 30 നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മളോട് ചോദിക്കാൻ പോകുന്ന 30 അല്ല, നമ്മളോട് 15 ചോദിക്കും, 15 ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ 30നെയും വീണ്ടും ബൈസെക്ട് ചെയ്ത് ഇതിനിടയിൽ കൂടി അങ്ങോട്ട് വരച്ചാൽ മതി അല്ലേ. അപ്പൊ നമുക്ക് കിട്ടുന്ന ഈ ഒരു കുഞ്ഞി ആംഗിൾ അല്ലേ, ഈ ഒരു കുഞ്ഞനാണ് എന്തെന്ന് പറയുന്നത്, 15 ഡിഗ്രി എന്ന് പറയുന്നത്. എത്രയാണ്, 15 ഡിഗ്രി എന്ന് പറയുന്നത്. ഇനിയൊക്കെ വായിച്ചു കളഞ്ഞോ. നമുക്ക് 45 ഡിഗ്രി ആണ് ചോദിക്കുന്നതെങ്കിലോ എന്ത് ചെയ്യണം, നമുക്ക് ആദ്യം തന്നെ 90 ഡിഗ്രി കിട്ടൂലേടാ. ആ 90 ഡിഗ്രി ബൈസെക്ട് ചെയ്താൽ മതി അല്ലേ. ആ 90 ഡിഗ്രി നേരെ അങ്ങോട്ട് ബൈസെക്ട് ചെയ്താൽ മതി. ബൈസെക്ട് ചെയ്യുന്ന പരിപാടി സെയിം തന്നെ. നമ്മളൊരു കുഞ്ഞി ആർക്ക് വരയ്ക്കുന്നു. ഈ രണ്ട് പോർഷനിൽ നിന്നും സെയിം ആയിട്ട് ആർക്ക് കട്ട് ചെയ്ത് ആ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന രീതിയിൽ വരച്ചാൽ നമ്മളുടെ എന്ത് കട്ടായിടാ, ആ ഒരു ആംഗിൾ 90 ഡിഗ്രി കട്ടായി 45 ഡിഗ്രി കിട്ടും. ക്ലിയർ ആണോ. ഇനി 90 ഡിഗ്രിയിൽ നിന്നും ഇതേപോലെ തന്നെ 15 ഡിഗ്രി എടുത്താൽ നമുക്ക് എന്ത് കിട്ടൂടാ, 105 ഡിഗ്രി നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ ആണോ. ഇനി 135 ഡിഗ്രി ആണെങ്കിലോ അതിന് മറ്റൊരു സൂത്രമുണ്ട്. കാരണം 135 ഡിഗ്രി ചോദിക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. 135 ഡിഗ്രി എടുക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഇതേപോലെ തന്നെ 120യിൽ നിന്നും ഒരു 15 എടുത്താൽ നമുക്ക് 135 കിട്ടൂലേടാ. 120 വരെ വരച്ചു, പിന്നെ ഒരു 15 കൂടി എടുത്താൽ നമുക്ക് ശരിക്കും 120 + 15 135 കിട്ടും. ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, 90 ഡിഗ്രി + 45 ഡിഗ്രി. അത് എത്രയാടാ, 135 അല്ലേ. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. 90 എടുത്തിട്ട് അടുത്ത 90നെ കൂടി ബൈസെക്ട് ചെയ്ത് കൃത്യമായിട്ട് വരച്ചാൽ മതി. ഓക്കെ, അതായിരിക്കും കുറച്ചും കൂടി നമുക്ക് വരയ്ക്കാനായിട്ട് എളുപ്പം. അതായത് നമ്മളിത് ആദ്യം 90 വരച്ചു, എന്നിട്ട് നമ്മൾ 90നെ ഇപ്പുറത്ത് ബൈസെക്ട് ചെയ്താൽ 45 കിട്ടും എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ ഇപ്പുറത്ത് ചെയ്യും. അതായത് ഇവിടത്തെ പോർഷൻ 45 ആക്കും. അപ്പൊ ഇത് 90 ഡിഗ്രി, ഇത് 45 ഡിഗ്രി. ദാറ്റ് മീൻസ് ദി ഹോൾ 135 ഡിഗ്രി. കത്തിയോടാ. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആംഗിൾ ബൈസെക്ടറിന്റെ ആ ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കേണ്ടത് കേട്ടോ. ഈ ഒരു ഐഡിയ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. കൃത്യമായിട്ട് തന്നെ ഞാനിത് കാണിച്ചു തരാം. ഏതൊക്കെയാണ്, യെസ്, 60 ഡിഗ്രി 120 ഡിഗ്രി 90 ഡിഗ്രി അത് വരയ്ക്കാനാണ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ആംഗിൾ വന്നാലും നമുക്ക് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ചോദിച്ചിരിക്കുന്ന ആംഗിളുകൾ നോക്കിക്കോടാ. 45 90യുടെ പകുതിയാക്കിയാൽ മതി. 135 45ഉം 90യും കൂടി കൂട്ടിയാൽ മതി. ഇനി അടുത്ത നോക്കിക്കേടാ, 75 അതിന് നമ്മൾ എന്ത് ചെയ്യും, 60യോടൊപ്പം 15 ഡിഗ്രി കൂട്ടിയാൽ മതി. 60 ഓൾറെഡി നമുക്ക് കിട്ടിയില്ലേ. ഇനി അതിൽ നിന്നൊരു കുഞ്ഞ് 15 ഡിഗ്രിയോടെ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റില്ലേ, പറ്റും. ഇനി 15 ഡിഗ്രി അത് നമുക്ക് കുഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 60നെ പകുതിയാക്കിയാൽ 30, അതിനെയും പകുതിയാക്കിയാൽ 15. ആ ഒരു പരിപാടിയാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് കേട്ടോ. ക്ലിയർ ആയോ കാര്യങ്ങൾ? ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ടത്. അപ്പൊ ഈ ഒരു കാര്യം വ്യക്തമായിട്ട് ഇപ്പൊ ഒരു പ്രാവശ്യം വരച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു 3-4 പ്രാവശ്യം വരച്ച് നോക്കി 90 60 120 മനസ്സിൽ ഉറപ്പിച്ച് വെച്ചോളൂ. ഉറപ്പായിട്ട് നമുക്ക് എക്സാമിന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടാകും. ഓക്കെ, അപ്പോ അടിപൊളിയായിട്ട് എല്ലാവരും പഠിക്കാം. ഈ ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി വരച്ച് നോക്കണം കേട്ടോ. 62.5 ഡിഗ്രിയും 22.5 ഡിഗ്രിയും നമ്മളുടെ ആംഗിൾസിന് നീളം വരുന്ന രീതിയിൽ ഒരു വശം 6 സെന്റിമീറ്റർ ആവണം. രണ്ട് ആംഗിൾസ് 62.5 ഡിഗ്രിയും
22.5 ഡിഗ്രിയും സെയിം നമ്മളിപ്പോ ചെയ്ത പോലെ തന്നെ ബൈസെക്ട് ചെയ്ത് വേണം കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ എല്ലാവരും ഈ എക്സാം അറ്റൻഡ് ചെയ്യണം. നമ്മുടെ സെക്കൻഡ് ടേം അടിപൊളി. അതായത് നമ്മുടെ ആംഗിൾസ് ബൈസെക്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദ്യം ഏത് ചോദിച്ചാലും നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് എഴുതാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ ലൈൻ ബൈസെക്ടർ നോക്കാം, റോംബസ് നോക്കാം, ആംഗിൾ ബൈസെക്ടർ നോക്കാം. അടിപൊളിയായിട്ട് എല്ലാവരും എഴുതുമല്ലോ അല്ലേ? അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് എഴുതിയിട്ട് വരും.